നടി അനുപമ പരമേശ്വരൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിലവർ കറക്റ്റായിട്ടൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, നാർസിസിസ്റ്റിക് അബ്യൂസ്. ആ വേർഡ് പിന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇപ്പോൾ ഒരു ട്രെൻഡിങ് വേർഡാണ് അതല്ലേ? പക്ഷേ വർഷങ്ങളായിട്ട് ഈ ഒരു നാർസിസിസ്റ്റിക് അബ്യൂസ് കാരണം കഷ്ടത അനുഭവിക്കുന്ന അത് മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടാക്കാം. ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചല്ല, ഇതുമൂലം ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ്, അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കാരണം പലപ്പോഴും എത്ര കഠിനമായ ഡയറ്റ് കൊടുത്താലും ആ പേഷ്യൻ്റ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അവർ നന്നായിട്ട് ഡയറ്റ് നോക്കും, നന്നായിട്ട് എക്സസൈസ് ചെയ്യും, നന്നായിട്ട് ഉറങ്ങും, സ്ട്രെസ്സ് കുറയ്ക്കും. പക്ഷേ അവരിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും കാണാറില്ല. അവരുടെ PCOD മാറുന്നില്ല, അവരുടെ വെയിറ്റ് കുറയുന്നില്ല, അവർക്കൊരു എനർജി ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കൂടെ താമസിക്കുന്നുണ്ടാണ്. എന്താണ് ശരിക്കും ഈ ഒരു നാർസിസിസ്റ്റിക് സ്വഭാവം? പലപ്പോഴും കുറച്ച് അഹങ്കാരമുള്ള ആൾക്കാരെയോ കുറച്ച് ഈഗോ കൂടിയ ആൾക്കാരെയൊക്കെ നമുക്ക് ഇങ്ങനെ നാർസിസിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? DSM-5 ക്ലാസിഫിക്കേഷൻ പ്രകാരം 9 ലക്ഷണങ്ങളാണ് ഈ ഒരു നാർസിസിസ്റ്റായ ആൾക്ക് ഉള്ളത്. അതിൽ 5 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്ക് നാർസിസിസം ഉണ്ടെന്ന് സംശയിക്കാം. അപ്പം എന്തൊക്കെയാണ് 9 ലക്ഷണങ്ങൾ? അപ്പം ഈ ഒരു 9 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനതൊരു കഥയായി പറയാം. നമുക്ക് ഈ കഥയിലെ നായകനെ രമേശ് എന്ന് വിളിക്കാം, ഭാര്യ മായ. നമുക്ക് ഈ രമേശിൻ്റെ കഥ പറഞ്ഞ് തന്നെ തുടങ്ങാം. രമേശിനെ പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ വളരെ മാന്യനാണ്, നല്ല കഴിവുള്ളവനാണ്. പക്ഷേ രമേശിൻ്റെ ക്യാരക്ടറിൽ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഗ്രാൻഡിയോസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. ഈ രമേശ് ആളൊരു കിടിലാണെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു, ഞാനുള്ളത് കൊണ്ട് ആണ് ഈ വീട് ഇങ്ങനെ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഞാനുള്ളത് കൊണ്ടാണ് അത് സാധിച്ചത് എന്നുള്ള രീതിയിൽ സ്വയം ഒരു കിടുവായിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചില ഭയങ്കര പ്ലാൻസാണ് ആൾക്ക്. അതായത് ഭാവിയിൽ അയാളൊരു വലിയൊരാളാവും, വലിയൊരു ബിസിനസ്സുകാരനാവും, അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിലെത്തും എന്നൊക്കെ പറയും. പക്ഷേ ആൾക്കൊരു കറക്റ്റായിട്ടൊരു പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പാർട്ട്ണറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഡ്രീമിലെ ഒരു ഐഡിയൽ പാർട്ട്ണർ, അതായത് ആളുടെ കഴിവനുസരിച്ചുള്ളൊരു പാർട്ട്ണർ വേറെ എവിടെയോ ഒരു ഇമാജിനറി വേൾഡിലാണ്. ഈ കൂടെയുള്ള പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് തീരെ പോരാ, അയാൾക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്നുള്ള രീതിയിലാണ് ഈ പാർട്ട്ണറിനോട് മായയോടുള്ള അയാളുടെ പെരുമാറ്റം. അപ്പം പിന്നെ ഈ രമേശ് എപ്പോഴും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് എന്നൊരു തോന്നൽ എപ്പോഴും രമേശിനുണ്ട്. അതുകൊണ്ട് തന്നെ രമേശിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എപ്പോഴും വേണം. ഉദാഹരണത്തിന് രമേശിന് ഇപ്പോൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ രമേശ് സാധാരണ ഡോക്ടറൊന്നും കാണില്ല, ആ സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയ ന്യൂറോളജിസ്റ്റിനെ തന്നെ കാണുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെറിയൊരു അസുഖമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും ചീഫായിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ രമേശ് കാണിക്കുള്ളൂ. കാരണം ആൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ടാലൻ്റുള്ള ഒരാളാണ്. പിന്നെ ആൾക്ക് എപ്പോഴും എക്സസ് ആയിട്ടുള്ള ഒരു അഡ്മിറേഷൻ വേണം. ആളെപ്പോഴും ആൾക്കാരിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കണം. ആളിപ്പോൾ ഒരു ഷർട്ട് വാങ്ങി കഴിഞ്ഞാൽ 10 പേരോട് ചോദിക്കും, ഇത് കിള്ളം ഷർട്ടല്ലേ, ഈ കളർ വേറെ ആർക്കും ഇല്ലല്ലോ. അല്ലെങ്കിൽ ആളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ പറയും, ഇതൊരു സ്പെഷ്യൽ കാറാണ്, സ്പെഷ്യൽ എഡീഷനാണ്, സ്പെഷ്യൽ കളറാണ്. അത് ആൾക്കാരോട് ചോദിക്കും, ഇതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരത് സമ്മതിക്കണം. ഈ ആൾക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ആൾ പതുക്കെ ഡിപ്രഷനിലേക്ക് പോകും. ഇത് ഇവർക്കൊരു ഫ്യുവലാണ് ഇവരുടെ ജീവിതത്തിന്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല. ഈ രമേശ് എപ്പോഴും ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ വേറെ ആരും ഒച്ച ഉണ്ടാക്കാൻ പാടില്ല, ബഹളം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നുമില്ല. ഇപ്പം മായ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ രമേശ് വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ നല്ല ആവശ്യങ്ങളൊക്കെ ചോദിക്കും. അവിടെ നിയമമൊന്നും ബാധകമല്ല. പിന്നെ ഇവർ ഭയങ്കര എക്സ്പ്ലോയിറ്റീവ് ആവും. അതായത് മറ്റുള്ളവരെ അവരെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇപ്പം മായയുടെ സാലറി എടുത്തിട്ട് ആൾ ചിലവാക്കാം, അല്ലെങ്കിൽ മായയോടൊക്കെ പല സഹായങ്ങളും ചോദിക്കും. പക്ഷേ ഇതിനൊരു തിരിച്ചൊരു നന്ദി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു വിലയുണ്ടാവില്ല. ഇതൊക്കെ അവരുടെ കടമയാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു പെരുമാറ്റം. പിന്നെ ഏറ്റവും ഭീകരമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് എമ്പതിയാണ്. അതായത് ഇവർക്ക് സഹാനുഭൂതി എന്നൊരു സാധനം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഇപ്പം മായയ്ക്ക് ഒരു ദിവസം പനിയായിട്ട് കിടക്കുകയാണ്, എന്നാൽ പോലും പനിയാണെന്ന് പറയുമ്പോഴത്തേക്ക് മെഡിസിൻ കഴിച്ചോ അല്ലെങ്കിൽ വയ്യായിക ഉണ്ടെന്നൊന്നും അല്ല ചോദിക്കുന്നത്. പകരം രമേശ് ചോദിക്കുന്നത് എന്താണ്, ഇന്നിപ്പോൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എനിക്ക് നാളെ രാവിലെ ആരും ഡ്രസ്സ് അയൺ ചെയ്ത് തരിക. ഇങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇവരിൽ നിന്ന് ഉണ്ടാവുക. പിന്നെ നല്ല അസൂയക്കാരായിരിക്കും ഇവർ. കാരണം ഇപ്പം കൂടെയുള്ളവർ തന്നെ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ പറയും, അവൻ ആരുടെ കാല് പിടിച്ച് പ്രൊമോഷൻ നേടിയതാണ്. അല്ലെങ്കിൽ വേറെ ആൾക്കൊരു ജോലി കിട്ടിയാൽ പറയും, അതെന്തോ ലക്കാണ്, അല്ലാതെ അവൻ്റെ കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെയും അംഗീകരിച്ചു കൊടുക്കില്ല. പിന്നെ ഇവർ ഭയങ്കര അരഗൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ചും ഇവരുടെ സബോർഡിനേറ്റ്സ്, ഇവരുടെ കീഴിലുള്ള ആൾക്കാർ അടുക്കെ ഇവർ ഭയങ്കരമായിട്ട് പുച്ഛത്തോടെയായിരിക്കും സംസാരിക്കുക. ഹോട്ടലിലെ വെയിറ്റേഴ്സ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇവർ താഴെയുള്ള ജീവനക്കാർ, ഇവരുടെയൊക്കെ ഭയങ്കര അരഗൻ്റ് ബിഹേവിയർ ആയിരിക്കും ഇവർ കാണിക്കുക. അപ്പം ഇതൊക്കെയാണ് ഈ നാർസിസിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങൾ. അതിൽ 5 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം ഇയാളൊരു നാർസിസിസ്റ്റ് ആണെന്ന്. പക്ഷേ പലപ്പോഴും വേറെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇവർ കുഞ്ഞുനാളിലെ സ്വഭാവം ഉണ്ടായിരിക്കണം, എല്ലാവരോടും ഇങ്ങനെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് ഇവരുടെ ജീവിതത്തെ ബാധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ. ആ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഹെൽപ്പ് തേടണം. അപ്പം ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും,
അല്ല മായ എന്തിനാണ് ഇയാളുടെ പീഡനങ്ങളൊക്കെ സഹിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്? അവൾക്ക് ഇറങ്ങിപ്പോക്കൂടെ, അവൾക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്. അപ്പം അവൾക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ എന്തിനാണ് നിൽക്കുന്നതെന്ന് ചോദിക്കാം അല്ലേ? പക്ഷേ അവിടെയാണ് ഈ നാർസിസിസ്റ്റുകളുടെ മറ്റൊരു ട്രാപ്പ് കിടക്കുന്നത്. ഈ നാർസിസിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഗ്യാസ് ലൈറ്റിംഗ്. അതായത് ഇവർ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കും. അപ്പം ഇവർ തമ്മിലൊരു വഴക്ക് കിടക്കുകയെന്ന് വെച്ചാൽ ഈ മായ രമേശ് തമ്മിലൊരു വഴക്ക് കിടക്കുകയാണ് പഴയൊരു കാര്യം പറഞ്ഞിട്ട്. അപ്പം രമേശ് എന്ത് ചെയ്യും? പഴയ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് നിഷേധിക്കും. എന്നിട്ട് പറയും ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിനക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് വട്ടാണ്, നിൻ്റെ മെമ്മറിക്ക് എന്തെങ്കിലും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം മായയ്ക്ക് കൺഫ്യൂഷനാവും. ശരിയാണോ, ഇയാൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, ചിലപ്പം എനിക്കങ്ങനെ തോന്നിയതാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നേരെ ഇങ്ങനെ കൺവിൻസ് ചെയ്യിക്കും. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവർ തന്നെ വിചാരിക്കും എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ഈ മായ വിചാരിക്കും. അതാണ് ഗ്യാസ് ലൈറ്റിംഗ്. 2, ട്രോമ ബോണ്ടിങ്. ഇവരെപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട് അരകൻ്റായിട്ടൊന്നല്ല നടക്കുന്നത്. പലപ്പോഴും ഒരു ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കും, ചില സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും. അപ്പം മായയുടെ മനസ്സിൽ എന്തായിരിക്കും പോവുക? പുള്ളിക്കാരൻ കുഴപ്പമൊന്നുമില്ല, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആളായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അതാണ് ട്രോമ ബോണ്ടിങ്. പിന്നെ അടുത്തൊന്നാണ് ഐസൊലേഷൻ. ഇയാൾ ബുദ്ധിപൂർവ്വം പതുക്കെ ഇവളുടെ അടുത്ത ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ അകറ്റും. അവസാനം ഈ മായയ്ക്ക് അവളുടെ പരാതി പറയാൻ ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിടും. അപ്പോൾ ഞാൻ ഇങ്ങനെ മായയുടെയും രമേശിൻ്റെ കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് പുരുഷന്മാരിൽ മാത്രമുള്ളൊരു ക്യാരക്ടറാണോ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, ഇത് സ്ത്രീകളിലും ധാരാളമായിട്ടുണ്ട്. പലപ്പോഴും ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഓഫീസിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ്, പ്രത്യേകിച്ച് കുട്ടികൾ. ഇങ്ങനെയുള്ളൊരു മാതാപിതാക്കളുടെ അച്ഛനോ അമ്മയോ ഒരു നാർസിസിസ്റ്റ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ കുട്ടികൾ നല്ല ട്രോമയിൽ കൂടിയായിരിക്കും വളർന്നു വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പേഷ്യൻ്റെ കഥയാണ്. അതായത് അവർ 35 വയസ്സുള്ള വീട്ടമ്മയായിരുന്നു. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വണ്ണം കൂടുന്നു, വയറ് ചാടുന്നു, പിന്നെ എപ്പോഴും ക്ഷീണമാണ്. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം നോർമലാണ്. തൈറോയിഡ് ഇല്ല, ബ്ലഡ് പ്രഷർ ഇല്ല, ഷുഗറില്ല. അങ്ങനെ ഡയറ്റ് പറഞ്ഞു കൊടുത്തു, എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, സ്ലീപ്പൊക്കെ കറക്റ്റാക്കാൻ പറഞ്ഞു, സ്ട്രെസ്സ് കുറയ്ക്കാൻ പറഞ്ഞു. അതൊക്കെ അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് റിസൾട്ടൊന്നുമില്ല. പിന്നെയും കുറച്ചുകൂടി ശ്രദ്ധിച്ചു, എന്നിട്ടും റിസൾട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുത്തപ്പോഴാണ് അവരിങ്ങനെ പറയുന്നത് ഹസ്ബൻഡിനെ ഭയങ്കര പേടിയാണ്, ഹസ്ബൻഡ് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. ഹസ്ബൻഡിൻ്റെ കാറിൻ്റെ ഒച്ച ഗേറ്റിൽ വരുമ്പോൾ തന്നെ അവർക്ക് സ്ട്രെസ് തുടങ്ങും. പിന്നെ ഹസ്ബൻഡ് പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നത് വരെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോൾ ഒരു ക്രോണിക് സ്ട്രെസ്സിലാണ്. അപ്പം ശരീരത്തിൽ ഇങ്ങനെ കോർട്ടിസോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ കോർട്ടിസോൾ കാരണമാണ് ഇവരെത്ര കഠിനമായിട്ട് ഡയറ്റ് ചെയ്തിട്ടും എക്സസൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടും അവർക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാകാത്തത്. ചില കേസുകളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാറുണ്ട്. അവിടെ ഡയറ്റിൻ്റെ പ്രശ്നമല്ല, കൂടെ താമസിക്കുന്ന ആളുടെ പ്രശ്നമാണ് ഇവിടെ വരുന്നത്. അപ്പം എത്ര കഠിനമായിട്ട് ഡയറ്റ് നോക്കിയിട്ടും കുറയാത്ത വണ്ണം, മരുന്നുകളോട് പ്രതികരിക്കാത്ത PCOD, പിന്നെ വിട്ടുമാറാത്ത ക്ഷീണം, ഉറക്കമില്ലായ്മ, പിന്നെ പലപ്പോഴും പല ജോയിൻറ്റ് പെയിൻസ്, ഇതൊക്കെ ഈ ഒരു നാർസിസിസ്റ്റ് അബ്യൂസിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. അപ്പം ഇങ്ങനെ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 1, ഈ യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കുക. 2 വെച്ച് കഴിഞ്ഞാൽ ഇവരെ മാറ്റാൻ വലിയ പാടാണ്. കാരണം ഇവരുടെ ബ്രെയിനിൻ്റെ റീവയറിങ്ങിൻ്റെ പ്രശ്നമാണിത്. അപ്പോൾ അത് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 9 ലക്ഷണങ്ങളിൽ ഒരു 5 കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക. അവർക്കേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു നാർസിസിസ്റ്റ് ക്യാരക്ടറാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. മാത്രമല്ല നമുക്കും അവിടെ നിന്ന് നല്ല കൗൺസിലിംഗ് കിട്ടിയിട്ട് നമുക്കിതിന് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു കൗൺസിലിംഗ് അവിടെ നിന്ന് കിട്ടും. എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ആലോചിക്കുക, നിങ്ങൾ നന്നായിട്ട് ഡയറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടും ഒന്നും നിങ്ങളുടെ വണ്ണം കുറയുന്നില്ല, നിങ്ങൾക്ക് എപ്പോഴും ജോയിൻറ്റ് പെയിൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ PCOD മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാണെന്നുള്ള കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ആഴ്ച നല്ലൊരു ഹെൽത്തി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.